ഈ വൃഷണങ്ങളിൽ ഒന്ന് ചെറുതും ഒന്ന് വലുതുമായി കാണപ്പെടുന്നത് അബ്നോർമൽ ആണോ? ഇത് പല സുഹൃത്തുക്കളുടെ ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. കാരണം ഇത് കോമൺ ആയിട്ട് പലരിലും കാണുന്ന ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഒന്ന് മറ്റേതിനെ അപേക്ഷിച്ച് ഹാങ് ചെയ്ത് നിൽക്കുന്നു, ഒരു വൃഷ്ണം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ഒരു ഒട്ടനവധി കൺഫ്യൂഷൻസ് ആണ് സുഹൃത്തുക്കൾക്കിടയിലുണ്ട്. അപ്പോൾ ഇതൊക്കെ നോർമൽ ആണോ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അതിന് മുമ്പായിട്ട് നിങ്ങളെ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുസ്തകം ഞാൻ പരിചയപ്പെടുത്തരാം. സീക്രട്ട് ബില്യണർ എന്നുള്ള ഈ ഒരു പുസ്തകം കുക്കു FM-ലാണ് ഓഡിയോ രൂപത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാടധികം ഫിക്ഷണൽ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുതുതായിട്ട് അവിടെ വന്നിട്ടുണ്ട്. കൂടാതെ നമ്മൾ വായിക്കാൻ ആഗ്രഹിക്കുന്ന പല എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ ഓഡിയോ രൂപേണ കേട്ട് ആസ്വദിക്കാൻ പറ്റും. ബെന്യാമിന്റെ പുസ്തകങ്ങളുണ്ട്, അതുപോലെ തന്നെ നാഗന്മാരുടെ രഹസ്യം പോലുള്ള ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. ഇങ്ങനെ ഒട്ടനവധി പുസ്തകങ്ങൾ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നല്ല അടിപൊളി ഓഡിയോ ക്വാളിറ്റിയിൽ കുക്കു FM ത്രൂ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. ഇപ്പോഴാണെങ്കിൽ 7 days ഫ്രീ ട്രയലും ലഭ്യമാണെന്നുള്ളതാണ്. അപ്പോൾ കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതിയല്ലോ. നല്ലൊരു അവസരം തന്നെയാണ്. ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്ത ആൾക്കാർക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യാവുന്നതാണ്. എനിവേ നമുക്ക് ആ ഡൗട്ടുകളിലോട്ട് വരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റിക്കിൾസിന്റെ വലിപ്പ വ്യത്യാസം എന്നുള്ളത്. ഇപ്പോൾ ഒന്ന് മറ്റേതിനെ അപേക്ഷിച്ച് വലിപ്പ വ്യത്യാസം ഇത് വളരെ കോമൺ ആയിട്ട് ആൾക്കാരിൽ കാണുന്നതാണ്, നോർമൽ ആണെന്നുള്ളതാണ്. അപ്പോൾ ഈ നോർമൽ ആയിട്ടുള്ള ആ ഒരു സൈസ് ഡിഫറൻസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ½ ടീസ്പൂൺ സൈസ് ഡിഫറൻസ് ആണ്. ഒരു ടീസ്പൂണിന്റെ ഹാഫ് ഡിഫറൻസ് വരുന്ന അത്രയും വലിപ്പ വ്യത്യാസം വരുന്നതൊക്കെ വളരെ കോമൺ ആയിട്ടും നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണെന്നുള്ളതാണ്. അതിനെപ്പറ്റി ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല. റൈറ്റ് സൈഡിലുള്ള ടെസ്റ്റിക്കിളാണ്, ആ ഒരു വിഷ്ണമാണ് സാധാരണഗതിയിൽ ലെഫ്റ്റിനെ അപേക്ഷിച്ച് വലിപ്പം കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത്. അപ്പോൾ അതൊരു കുഴപ്പമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് ഒരു വൃഷ്ണം വലുതാവുകയാണ്, വീക്കം വരികയാണ്, അവിടെ റെഡ്നെസ് വരികയാണ്, അസഹ്യമായ വേദന വരികയാണ്, അവിടെ ആ ഒരു ബ്ലഡ് വെസൽസ് തടിച്ച രീതിയിൽ കാണുകയാണ്, ഇങ്ങനെ എന്തെങ്കിലും അൺയൂഷ്വൽ മാറ്റങ്ങൾ, റെഡ്നെസ് പോലുള്ള കാര്യങ്ങൾ കാണുകയാണ്, സ്കിന്നിൽ മാറ്റങ്ങൾ കാണുകയാണ്, തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡോക്ടറെ കാണുകയും ചെയ്യണം. അല്ലാതെ ആ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജ് പോലെ തന്നെ ചെറിയൊരു സൈസ് ഡിഫറൻസ് ഇവ തമ്മിൽ കാണുന്നത്, ഈ രണ്ട് വൃഷ്ണങ്ങൾ തമ്മിൽ കാണുന്നതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അൺയൂഷ്വൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ശ്രദ്ധിക്കണം. തീർച്ചയായിട്ടും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എടുക്കണം. അത് കഴിവതും വേഗം കാണിക്കണം. കാരണം ഇല്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും ഇൻഫെക്ഷനോ കാര്യങ്ങളോ രൂപപ്പെട്ടാണെങ്കിൽ അത് പെട്ടെന്ന് സോൾവ് ചെയ്യുന്നത് നല്ലത്. അല്ലാണ്ട് അത് കൂടുതൽ കോംപ്ലിക്കേഷൻ സൃഷ്ടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. ഇനി രണ്ടാമത്തെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഒന്ന് മറ്റേതിനെ അപേക്ഷിച്ച് കൂടുതൽ ഹാങ് ചെയ്ത് നിൽക്കുക എന്നുള്ളത്. ഇതും വളരെ കോമൺ ആയിട്ട് ആൾക്കാരിൽ കാണുന്ന ഒരു കാര്യം തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ അതും നോർമലാണ്. ആ ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഒന്ന് മറ്റേതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി കൂടുതലായിട്ട് ഹാങ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഇതിനെ ഓർത്തിട്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് നോർമലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും അൺയൂഷ്വൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ ആ ഹാങ് ചെയ്ത് നിൽക്കുന്നു, ഒന്ന് മറ്റേതിനെ അപേക്ഷിച്ച് ഹാങ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളത് ഒരു തരത്തിലും നിങ്ങളുടെ സെക്ഷൽ ലൈഫിനെയോ നിങ്ങൾക്ക് പ്രശ്നങ്ങളോ ഉണ്ടാക്കുന്ന കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നതാണ്. ഇനി മൂന്നാമത് വരുന്ന ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് തവണ മെസ്സേജ് വന്നിട്ടുള്ളതാണ്. ചിലപ്പം ബൈ ബർത്ത് തന്നെ ഒരു വൃഷ്ണവുമായിട്ട് ജനിക്കുന്ന സിറ്റുവേഷൻ ഉണ്ട്. അവർക്ക് ജന്മന തന്നെ ഒന്നേ ഉണ്ടാവുള്ളൂ. ചിലരുടെ കേസിൽ ഈ ഉള്ളിൽ ആ ഒരു വൃഷ്ണം സ്റ്റക്കായി നിൽക്കുന്നു, ശരീരത്തിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി നിൽക്കുന്നു, ഒരു വൃഷ്ണം മാത്രം പുറത്തോട്ട് വരുന്ന അവസ്ഥ. അപ്പോൾ ആ സിറ്റുവേഷനിലെല്ലാം ഡോക്ടറെ കണ്ടിട്ട് അത് സർജറിയിലൂടെ സോർട്ട് ചെയ്യേണ്ടുന്ന വിഷയങ്ങളൊക്കെയാണ് ഉള്ളിൽ സ്റ്റക്കായി നിൽക്കുന്നത്. ചിലർ സിംഗിൾ ടെസ്റ്റുകളായിട്ട് മാത്രം ജനിച്ചു വീഴുന്നവരുണ്ട്. പിന്നെ വന്നിട്ടുള്ള ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളർച്ചാ കാലഘട്ടത്തിൽ വരുന്ന ഇൻഫെക്ഷൻസുകൾ, എന്തെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥകൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് അത്തരത്തിൽ വൃഷ്ണം റിമൂവ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും. അങ്ങനെയൊക്കെയാണ് പലരിലും ഒരു വൃഷ്ണം ഉള്ള ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ അവരുടെ കേസിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അത് ഒരു കുട്ടിയില്ലാത്ത അവസ്ഥ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമോ എന്നുള്ളത് പലരെ സംബന്ധിച്ച് ഒരു കൺഫ്യൂഷനാണ്. നമുക്ക് ഒരുപാട് തവണ മെസ്സേജുകൾ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഉള്ള ആ ഒരു വൃഷ്ണം പ്രോപ്പറായിട്ട് ഫംഗ്ഷനിങ് ആണെങ്കിൽ ആവശ്യമായിട്ടുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ അതുപോലെ തന്നെ സ്പേം പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അവർക്ക് ഭാവിയിൽ കുട്ടി ഉണ്ടാകുന്ന കാര്യത്തെ അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഉള്ള ആ ഒരു വൃഷ്ണം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇപ്പോൾ 2 വൃഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും കുട്ടിയില്ലാത്ത അവസ്ഥ വരാം, സ്പേം കൗണ്ട് കാര്യങ്ങളിലെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കേസസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു വൃഷ്ണമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് ടെൻഷൻസ് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായി ഡോക്ടറെ കാണുകയും റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകൾ കാര്യങ്ങൾ നടത്തുകയും എന്തെങ്കിലും അവിടെ സോർട്ട് ചെയ്യേണ്ട വസ്തുതകൾ ഉണ്ടെങ്കിൽ അത് സൊല്യൂഷൻ കാണുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് വിശ്വസിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കളുടെ കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഫോളോ ചെയ്തൊക്കെ മറക്കണ്ട. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.